മോദി സർക്കാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം മറ്റൊന്നുമല്ല, ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു വ്യക്തിയെയും ഇനി വെറുതെ വിടാൻ അമിത്ഷായോ നരേന്ദ്രമോദിയോ ഒരുക്കമല്ല. അതിന്റെ ആദ്യ പടിയായി തന്നെ ശക്തമായ പരിപാടികൾ അവർ തുടങ്ങിയിരിക്കുകയാണ്. ഇത് പല സുഡാപ്പികളെയും വിഷമിപ്പിക്കുമെങ്കിലും രാജ്യത്തിന്റെ നന്മയ്ക്കായി ഇത് ചെയ്യാതെ രാജ്യത്തിന് വളർച്ച വരികയില്ല. അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് സാധുവായ രേഖകളില്ലാതെ താമസിച്ചതിന് 6 സ്ത്രീകൾ ഉൾപ്പെടെ 16 ബംഗ്ലാദേശികളെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ATS ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിനിടെയാണ് അറസ്റ്റ് നടന്നതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നവി മുംബൈ, താനെ, സോലാപൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായാണ് 7 പുരുഷന്മാരെയും 6 സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഫോറിനേഴ്സ് ആക്ടും മറ്റ് നിയമങ്ങളും പ്രകാരം 3 കേസുകളിലാണ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. മോദി സർക്കാർ രാജ്യം കൂടുതൽ സുരക്ഷ ആക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കഷ്ടപ്പെട്ട് നരകിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വാർത്ത ദേശസ്നേഹികൾക്ക് തെല്ലൊരു ആശ്വാസം നൽകുന്നത് തന്നെയാണ്. വ്യാജരേഖകൾ ഉപയോഗിച്ച ആധാർ കാർഡുകൾ പോലുള്ള ഇന്ത്യൻ രേഖകൾ ഈ ബംഗ്ലാദേശി പൗരന്മാർ നേടിയെടുത്തതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഭീകര പ്രവർത്തനം ചെയ്യാനാണോ ഭാരതത്തിലേക്ക് വന്നതെന്നും വ്യക്തമായി അവർ അന്വേഷിക്കുന്നതായിരിക്കും. ATSന്റെയും പോലീസിന്റെയും സംയുക്ത സ്ക്വാഡ് വെള്ളിയാഴ്ച രാത്രി ജൽന ജില്ലയിൽ നിന്നാണ് ഈ 3 ബംഗ്ലാദേശ് പൗരന്മാരെ പിടികൂടിയത്. പ്രതികൾ ബോഖർദാൻ താലൂക്കിലെ ക്രഷർ മെഷീനുകളിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. ഇവർ ഇന്ത്യയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നതിനായി തങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി നിർമ്മിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 2 വർഷമായി ഇവർ അനധികൃതമായി താമസിച്ച് വരികയായിരുന്നുവെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. അതേസമയം ഫോറിനേഴ്സ് ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിച്ച് 6 വർഷമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചിരുന്ന 28-കാരിയായ ബംഗ്ലാദേശി യുവതിയെ ഡൽഹി പോലീസിന്റെ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ആന്റി നർക്കോട്ടിക്സ് വിഭാഗം നാട് കടത്തിയിരിക്കുകയാണ്. രാജ്യത്ത് യുവതിയുടെ അനധികൃത താമസത്തെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പരിശോധനയിൽ സൊണാലി ഷേഖ് എന്ന സ്ത്രീയുടെ വിസ കാലാവധി കഴിഞ്ഞെന്നും അനധികൃത താമസക്കാരിയായി കഴിയുകയായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തുടർന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നത് ഉറപ്പാക്കാൻ യുവതിയെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുകയാണ്. നേരത്തെ അനധികൃത കുടിയേറ്റ റാക്കറ്റുമായി ബന്ധപ്പെട്ട 5 ബംഗ്ലാദേശി പൗരന്മാരടക്കം 11 പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യാജ വെബ്സൈറ്റ് വഴി വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ഐഡികളും മറ്റ് വ്യാജ രേഖകളും ഉണ്ടാക്കുന്നതായിരുന്നു ഈ സംഘം. പ്രതികളിൽ ഒരാൾ വ്യാജ ആധാർ കാർഡുകളും വോട്ടർ ഐഡികളും മറ്റ് വ്യാജ രേഖകളും തയ്യാറാക്കി ബംഗ്ലാദേശി പൗരന്മാരിൽ നിന്നും 15,000 രൂപ ഈടാക്കിയതായി പോലീസ് പറയുന്നുണ്ട്. അതേസമയം ദേശീയ തലസ്ഥാനത്ത് താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി കർശന നടപടിയെടുക്കാൻ 2 മാസത്തെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് സെക്രട്ടറിക്കും പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹി പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് നഗരത്തിലുടനീളം ഇതുവരെ 1000 അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ, രേഖകളുടെ സൂക്ഷ്മ പരിശോധന, ചോദ്യം ചെയ്യൽ എന്നിവ ഉൾപ്പെട്ടതായിരുന്നു ഈ പോലീസ് ഓപ്പറേഷൻ. എന്തൊക്കെ തന്നെയാണെങ്കിലും മോദി സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി ഇനിയും നാട്ടിലേക്ക് നുഴഞ്ഞു കയറുന്നവരെ പുറത്താക്കുക തന്നെ ചെയ്യും. കർശന നടപടികൾ എടുക്കുക തന്നെ ചെയ്യും. അതുമാത്രമാണ് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള ഏക പോംവഴി.